കാലത്തെ അതിജീവിക്കുന്നതാണ് ജീവിതം എന്നൊക്കെ നമുക്ക് പ്രത്യക്ഷത്തിൽ തോന്നും. കാരണം നമ്മൾ ഇത്രയും കാലം നമ്മൾ കാലത്തിൻ്റെ ഉള്ളിൽ നിന്നപ്പോഴും നമുക്ക് എല്ലാ കാര്യത്തെയും പെർഫെക്റ്റായിട്ട് കൊണ്ടുപോകാൻ പറ്റിയിട്ടില്ല. എല്ലാ കാര്യത്തെയും പെർഫെക്റ്റായിട്ട് കൊണ്ടുപോകാൻ പറ്റിയിട്ടില്ലെങ്കിൽ നമ്മൾ സ്പേസുമായിട്ട് എങ്ങാനും ആക്സിഡൻ്റലി കണക്റ്റ് ആയിക്കഴിഞ്ഞാൽ നമുക്ക് തോന്നും ഓക്കെ ഇറ്റ് ഈസ് വണ്ടർഫുൾ. പക്ഷേ റിക്വയർമെൻ്റ് എന്താണ്? ഈ കാലത്തിലുള്ള എല്ലാ കാര്യങ്ങളും ആ സ്പേസിൽ നിന്ന് തന്നെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ആ സ്പേസുമായിട്ട് കോൺഫ്ലിക്റ്റിംഗ് അല്ല. ആ സ്പേസ് സോഴ്സുമായിട്ട് പെർഫെക്റ്റായിട്ട് ഇൻ്റഗ്രേറ്റഡ് ആണ്. ആ ഇൻ്റഗ്രേഷൻ നമ്മുടെ സെൻസിൽ വരുമ്പോൾ നമ്മുടെ ബോഡി സിസ്റ്റം എങ്ങനെയാണ് ഫങ്ഷൻ ചെയ്യുന്നുള്ള ഭാഗം കൃത്യമായിട്ട് കാണാൻ പറ്റും. അതുകൊണ്ടാണ് നമുക്ക് രോഗം ഇല്ലാതെ ഇരിക്കാൻ സാധിക്കുന്നത്. സ്പിരിച്വാലിറ്റി എന്ന് പറയുമ്പോൾ നമ്മളുടെ ഫസ്റ്റ് റിക്വയർമെൻറ്റ് ബോഡി അലൈൻഡ് ആകുകയും പെർഫെക്റ്റ്ലി അലൈൻഡ് ആകുകയും അതുകൊണ്ട് അവിടെ രോഗം ഉണ്ടാകത്തില്ല. രോഗം വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം പ്രോപ്പർലി സ്പിരിച്വലി കണക്റ്റഡ് ആയിട്ട് നിൽക്കാൻ പറ്റിയിട്ടില്ല. പ്രോപ്പർലി സ്പിരിച്വലി കണക്റ്റഡ് ആയിട്ട് നിൽക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ശരീരം അതിനനുസരിച്ച് പെർഫെക്റ്റായിട്ട് ഫങ്ഷൻ ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ അവിടെ യോഗം, എന്നുവെച്ചാൽ ശരീരമാകാനുള്ള കാരണവുമായിട്ട് അസോസിയേറ്റ് ചെയ്യുമ്പോൾ അവിടെ യോഗം, ശരീരമാകാനുള്ള അവസരത്തിൽ നിന്ന് മാറുമ്പോൾ രോഗം. ഈ ഡിഫറൻസ് പെർഫെക്റ്റായിട്ട് നമ്മുടെ സെൻസിൽ കൂടെ കൊണ്ടുവരാൻ പറ്റത്തുള്ളൂ. നമ്മൾ ചുറ്റുപാടും കാണുന്ന കാര്യങ്ങൾക്ക് സ്ഥാനം കൊടുത്താൽ നമ്മളിൽ ഡ്രീംസ് ഉണ്ടാകും. അതിനെ സ്റ്റോർ ചെയ്യുന്ന ഭാഗമാണ് മൈൻഡ്. നമ്മൾ ചുറ്റുപാടുമുള്ള കാര്യങ്ങൾക്ക് നമ്മളെക്കാൾ കൂടുതൽ സ്ഥാനം കൊടുത്താൽ ഡ്രീം എംപവേർഡ് ആവും, നമ്മുടെ താല്പര്യങ്ങൾ എംപവേർഡ് ആവും. അപ്പം നമുക്ക് ആ താല്പര്യം എംപവേർഡ് ആകുമ്പോൾ നമുക്ക് നമ്മളെ അനുഭവിച്ച് കൊണ്ടുപോകാൻ പറ്റാതെ പോകുന്നത് കൊണ്ട് നമുക്ക് അതിനകത്തുനിന്നൊരു മോക്ഷം കിട്ടണം, അതിനകത്തുനിന്ന് ലിബറേറ്റഡ് ആകണം. ആ ലിബറേഷന് വേണ്ടിയിട്ട് നമ്മൾ കുറേ പ്രാക്ടീസ് ചെയ്ത് ആക്സിഡൻ്റലി ആണ് സ്പേസുമായിട്ട് കണക്റ്റ് ആകുന്നതെങ്കിൽ പിന്നെ നമ്മൾ ബോഡി ഫോർമാറ്റ് ഒരു കാരണവശാലും നമ്മൾ ശ്രദ്ധിക്കത്തില്ല. കാരണം നമ്മൾ പെട്ടെന്ന് ഒരു 25 കോടിയുടെ ലോട്ടറി അടിച്ചതുപോലെ ഇരിക്കും. ആ 25 കോടിയുടെ ലോട്ടറി അടിക്കുമ്പോൾ നമ്മൾ ബാക്കി കാര്യങ്ങളൊന്നും പിന്നെ ശ്രദ്ധിക്കത്തില്ല, പിന്നെ ഭയങ്കര ജാടയാണ്. അതുപോലെയാണ് സ്പേസുമായിട്ട് പെട്ടെന്ന് കണക്റ്റ് ആയിക്കഴിഞ്ഞാൽ പിന്നെ എനിക്കെല്ലാമായി, എനിക്കൊന്നും അറിയേണ്ട കാര്യമില്ല. പിന്നെ ബോഡിയെ കംപ്ലീറ്റ് നെഗ്ലക്റ്റ് ചെയ്യും. കാരണം ബോഡിയിൽ ബേസിക്കായിട്ടുള്ള ക്ലാരിറ്റി ഒന്നും ഇല്ലാത്തത് കൊണ്ട്, കുറേ സഫറിങ് ഉണ്ടായിരുന്നത് കൊണ്ട്, ആ സഫറിങ്ങിൽ നിന്ന് ബൈ ആക്സിഡൻറ്റ് സ്പേസുമായിട്ട് കണക്റ്റ് ആയപ്പോൾ നമുക്ക് ഭയങ്കര വലിയ റിലീഫ് കിട്ടി. ഈ റിലീഫ് മെയിൻറ്റെയിൻ ചെയ്യാൻ സാവകാശം ബോഡിയെ നെഗ്ലക്റ്റ് ചെയ്യാൻ തുടങ്ങി. പ്രോപ്പറായിട്ടുള്ള അട്രാക്ഷൻസും പ്രോപ്പറായിട്ടുള്ള അസോസിയേഷൻസും ഒന്നും ചെയ്യത്തില്ല. അങ്ങനെ വരുമ്പോൾ ബോഡി തനിയെ വീക്കായി ബോഡി ചത്തുപോകും. പക്ഷേ സ്പേസുമായിട്ടുള്ള കണക്ഷൻ കിട്ടിയത് കൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ? ഒരു പ്രയോജനവും ഇല്ല. ടെമ്പററി ആയിട്ട് ഹാലൂസിനേറ്ററി മൈൻഡിൻ്റെ കൺട്രോളിൽ നിന്ന് ഈ സ്പേസ് കൺട്രോളിലോട്ട് നമ്മളുടെ അനുഭവം മാറി എന്നൊരു തോന്നൽ വരും. ഇഫക്റ്റീവ്ലി ആ വ്യക്തിയെ സംബന്ധിച്ചോളം ഇവിടെയുള്ള ഭൗതിക തലത്തിലുള്ള ഒരു കാര്യത്തിലും തലയിടണ്ട, ഇതെല്ലാം ശരിയല്ല എന്നൊക്കെയുള്ള ഹേസ്റ്റി കൺക്ലൂഷനിലോട്ട് എത്താനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. എന്തുകൊണ്ടാണ്? അത് ബൈ ആക്സിഡൻ്റാണ് സ്പേസുമായിട്ട് കണക്റ്റ് ആയത്. നമ്മൾ റൊട്ടീനിൽ വളരെ പെർഫെക്റ്റായിട്ട് സിസ്റ്റമാറ്റിക്കായിട്ട് സ്പേസുമായിട്ട് കണക്റ്റ് ആയാൽ ബൈ റൊട്ടീൻ ഞാൻ ചെയ്യുന്ന പ്രവൃത്തികൾക്കെല്ലാത്തിനും ഞാൻ റെസ്പോൺസിബിലിറ്റി എടുത്ത് ഉത്തരവാദിത്വം എടുത്ത് ഞാൻ കർമ്മം ചെയ്യുന്നുണ്ടെങ്കിൽ എന്നിലെ കർമ്മത്തിൻ്റെ കാരണം ഞാൻ ചെയ്യുന്ന പ്രവൃത്തിയുടെ ഉത്തരവാദിത്വം സ്വയം ഏറ്റെടുക്കുമ്പോൾ കർമ്മത്തിൻ്റെ സ്വഭാവത്തെ കാണാൻ പറ്റും. കർമ്മത്തിനൊരു സ്വഭാവമുണ്ട്. അതിൽ കർമ്മം ഇങ്ങനെ അലങ്കോലപ്പെട്ട് കിടക്കുന്ന ഒന്നല്ല. ഞാൻ അവിടെയും കുറേ കാര്യം ചെയ്തു, ഇവിടെയും കുറേ കാര്യം ചെയ്തു, അങ്ങനെയല്ല. ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾക്ക് എല്ലാത്തിനും ഒരു തുടർച്ചയുണ്ട്.
ഒന്നും നിർത്തിയിട്ട് ആരംഭിക്കുന്ന ഭാഗമില്ല. എല്ലാ പ്രവൃത്തികളും ഒന്നൊന്നായിട്ട് തൊട്ട് കണക്ട് ചെയ്താണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ പ്രവൃത്തി കണക്ട് ചെയ്ത് നിരന്തരമായിട്ട് കണക്ട് ചെയ്ത് കൊണ്ടുപോകുമ്പോൾ ഈ പ്രവൃത്തിയുടെ ആരംഭം ഒന്നൊന്നായി തൊട്ടെണ്ണി കൊണ്ടുപോകുമ്പോൾ ഇത് അവസാനിക്കുന്നൊരു ഭാഗം കാണും. അവിടെയാണ് ആത്മീയതയുടെ ആരംഭം. അതുകൊണ്ട് കർമ്മം തീർന്നെന്നല്ല സാരം. കർമ്മം അവിടെ വിനയത്തിന് തുടരുന്നുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ ലക്ഷണം. കർമ്മം മനോഹരമായിട്ട് തുടരുന്നുണ്ട്. ആ കർമ്മം മനോഹരമായിട്ട് തുടരുകയും അതിൻ്റെ അനന്തര ഫലങ്ങളും നമ്മൾക്ക് കൃത്യമായിട്ട് കൊണ്ടുപോകാൻ സാധിക്കും.